മക്കൾ നഷ്ടപ്പെട്ടാലും, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാലും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും, ആരെല്ലാം ജീവിതത്തിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ, എന്തെല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടല്ലോ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ കർത്താവ് സ്വന്തം മരണത്തിലൂടെ എന്നെ വീണ്ടെടുത്ത് നിത്യജീവനായി സ്വന്തമാക്കി എന്നുള്ള തിരിച്ചറിവ് കിട്ടിയാലുണ്ടല്ലോ, പിന്നെ ഒരു വിഷമവുമില്ല, പിന്നെ ഒരു പരാതിയില്ല, പിന്നെ ഒരു പരിഭവമില്ല. കാരണം എനിക്ക് ജീവിക്കാൻ ഒരു കാരണം ഇനിയും അവശേഷിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഇതാ ഞാനിന്നും ജീവിച്ചിരിക്കുന്നു. അതാണ് കാരണം, അത്രയുള്ള കാരണം. എനിക്കിന്ന് ജീവിക്കാനുള്ള കാരണവും ജീവിക്കാനുള്ള പ്രേരണയും ജീവിക്കാനുള്ള ശക്തിയും എനിക്ക് വേണ്ടി മരിച്ചവന്, എന്നെ മരണത്തോളം സ്നേഹിച്ച ഒരുവനുണ്ട് എന്നുള്ളത് തന്നെയാ, വേറെ ഒന്നുമില്ല. എന്റെ കർത്താവ് ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പ്രതിഫലം തരുന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അല്ലെ നിങ്ങളുടെ ആരുടെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ, എന്നെ സ്നേഹിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ പ്രതിഫലമല്ലേ മക്കളെ തരാൻ പറ്റൂ? അതിനേക്കാൾ ഉന്നതമായ സ്വർഗത്തിന്റെ പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് ആ ദൈവത്തിന് വേണ്ടി, ആ ദൈവരാജ്യത്തിന് വേണ്ടി ഈ പകരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു.